നമ്മളിന്ന് കണ്ണനെ കാണാൻ പോകുന്നൊരു വീഡിയോ ആണ് ഇത്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നിട്ട് പോയാൽ മതി കേട്ടോ. ഇവിടങ്ങളിലൊരു ഫേമസ് അമ്പലമാണ്. അപ്പം അതേ കണ്ണനെ കണ്ടിട്ട് പോയിട്ട് വരാം. കുറച്ച് നടന്നു പോകാനേ ഉള്ളൂ. കാല് ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണനെടുത്ത് പോകാൻ മതി. ഞാൻ ചോറ്റുപാത്രമൊക്കെ ആയിട്ടാണ് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് കമ്പൽസറി ആണ്. കണ്ണൻ്റെ വെണ്ണയും മേടിക്കണം, പാൽപ്പായസം മേടിക്കണം. അവിടുത്തെ പാൽപ്പായസം മസ്റ്റ്, ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ. കണ്ണന് ഫേവറേറ്റ് ആണ്. അത് കണ്ണൻ്റെ മെയിൻ വഴിപാടാണ്. ഇതേ നടന്ന് ഞാൻ കടവിലെത്തി. ഇതേ വെള്ളം പോയിട്ടു. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യണം. വെള്ളം കടന്നിട്ട് അക്കരച്ച് കുറച്ച് നടക്കാനേ ഉള്ളൂ. കണ്ണൻ എൻ്റെ ജസ്റ്റ് ലൈക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും പുള്ളിക്കാരനോട് പറയാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ചിലപ്പോൾ അത് കേൾക്കാണ്ട് പുള്ളിക്കൊരു സമാധാനം ഉണ്ടാവില്ലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതേ വെള്ളത്തിൽ തോണിയിലൊക്കെ കയറി നമ്മൾ പോവാണ്. അവിടെ ഒരുപാട് വഴിപാടുണ്ട് കേട്ടോ. തോട്ടപ്പള്ളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നാണ് പറയണേ. അപ്പം ഈ ഏരിയയിൽ കുട്ടികൾ ഉള്ള ആൾക്കാരും കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കുട്ടികളാവാത്തവരൊക്കെ ഇവിടെ വന്ന് വഴിപാടൊക്കെ നടത്തി കുട്ടികളുണ്ടാവാറുണ്ട്. പിന്നെ അവിടുത്തെ ബാലസ്നാനം ഭയങ്കര ഇതാണ്. അപ്പോൾ കണ്ണനെ കുളിപ്പിച്ച വെള്ളം കൊണ്ടിട്ട് കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ അസുഖങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം കുഞ്ഞിലെ തൊട്ട് നമ്മൾ പുള്ളിയായിട്ട് ഒരുമിച്ച് കളിച്ച് വളർന്നൊരു വൈബാണ്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ചുറ്റുപറ്റമൊക്കെ ആട്ടി പയ്യെ നടന്ന് പോവാട്ടോ. ഇതൊരു റുട്ടീനായിരുന്നു പണ്ട് വീട്ടിലുണ്ടായിരുന്ന സമയത്ത്. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞായറാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിറങ്ങും. അപ്പം പുള്ളിയിടും, നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയാം, വിശേഷങ്ങൾ പറയാം. അപ്പം അതാണ് ഈ കാടൊക്കെ ആട്ടോ, കണ്ടൽക്കാട്. പക്ഷേ മെയിൻ റോഡാണ്. ഇത് കണ്ടത് സൈഡിൽ കൂടി വീട്ടുള്ളതാണ്. അവിടെയൊക്കെ പാടമാണ് രണ്ട് വശത്തും. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം വഴി കാണുന്ന ആൾക്കാർ, നമ്മൾ വല്ലപ്പോഴും വരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ വരുമ്പം നാട്ടുകാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് നമുക്ക് വൈകി ഇങ്ങനെ കുറച്ച് ലാഗ് ഉണ്ടാവും. അമ്മയ്ക്കറിയാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ എന്ന്. കാരണം ആൾക്കാരോടൊക്കെ ഉണ്ട് ഇത് പുതുക്കണമല്ലോ. കണ്ണൻ്റെ അടുത്തെത്തി ദേഹത്തേക്ക് കയറുവാണ്. ഇവിടെ മഞ്ചാടി ഇരിക്കണുണ്ടോ? ഈ മഞ്ചാടി വാരിക്കഴിഞ്ഞാൽ കുസൃതി കൂടുന്ന ആറാണ്. അപ്പോൾ ഈ കോഴീനെ കണ്ടോ? കോഴി വറുപ്പിക്കലൊക്കെ ഇവിടുത്തെ വേറൊരു വഴിപാടാണ്. അമ്പലത്തിൽ കയറി തൊഴുതു. അതിൻ്റെ നാഗത്തന്മാരുടെ അടുത്തൊക്കെ വന്നു. പിന്നെ അതേ പ്രദക്ഷിണം വെച്ചു. ഞാൻ തൊഴുത് കഴിഞ്ഞു. ഓണത്തിൻ്റെ സമയത്താട്ടോ പോയത്.